ശാന്തിയൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ ഒരു സംശയം ലൈവൊക്കെ കണ്ടപ്പോൾ പിന്നെ ഒരു സംശയം വേറെ എന്തെങ്കിലും ആയിരിക്കുമോ, എന്തെങ്കിലും ചിലപ്പോൾ അമ്പലത്തിൽ പോയതാണെന്നുള്ള സംശയത്തിലാണ് ചോദിച്ചത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു അമ്പലത്തിൽ ശാന്തിയാന്ന് പറഞ്ഞു. വളരെ സന്തോഷമുണ്ട് കേട്ടോ ചേട്ടാ. ഞങ്ങൾക്കൊക്കെ വേണ്ടി അമ്പലത്തിൽ ഒന്ന് പൂജയൊക്കെ ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുക. എൻ്റെ പേര് നാള് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഓരോരുത്തർ പറയുമല്ലോ, അങ്ങനെ പറഞ്ഞ പോലെ നമ്മൾ വിഷ്ണു, എനിക്ക് വിഷ്ണുവിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. എൻ്റെ വിഷ്ണു, എൻ്റെ അനിയനുണ്ട് ഇവിടെ, വിഷ്ണു എന്ന് പറഞ്ഞൊരു തൊട്ട് മുകളിൽ അവൻ്റെ പേര് വിഷ്ണു മഹേര്യം. ഇന്നലെ ആയിരുന്നു അവൻ്റെ പിറന്നാൾ കേട്ടോ, പിറന്നാളായിരുന്നു ഇന്നലെ. മഹേര്യം എന്ന നക്ഷത്രം വിഷ്ണുവാണ്, വയസ്സ് 31. അവന് വേണ്ടി പ്രാർത്ഥിക്കും. അമ്പലത്തിൽ വന്ന് പുഷ്പാഞ്ജലിയൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി എൻ്റെ വിഷ്ണുവിന് വേണ്ടി ഇതാക്കാം. ഒരു മാംഗല്യ പുഷ്പാഞ്ജലിയൊക്കെ ചെയ്തോളൂ. ദക്ഷിണ വേണമെങ്കിൽ ഞങ്ങൾ ദക്ഷിണ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് ചെയ്തു തരാം. വേറെ ഒന്നല്ല, ലൈവിൽ വന്നപ്പോൾ കളിയാക്കിയതല്ല കേട്ടോ, സത്യസന്ധമായിട്ടാണ് ചോദിക്കുന്നത്. ചേട്ടൻ ലൈവിൽ കയറി ചേട്ടൻ ചേട്ടൻ അങ്ങനെ ഇപ്പോൾ ലൈവിൽ പറയാൻ വേണ്ടി അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് പറയാൻ പറ്റും. ഒരു മാംഗല്യ പുഷ്പാഞ്ജലിയൊക്കെ ചെയ്ത് അവനൊരു കല്യാണം ഞങ്ങൾ പെണ്ണാലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പെട്ടെന്ന് ശരിയായി വരാൻ വേണ്ടിയിട്ട് ആണ് കേട്ടോ. ഓക്കെ ചേട്ടാ, ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ?